നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കർക്കിടകം രാശിക്കാരുടെ 2026 ഏപ്രിൽ മാസത്തെ ഫലപ്രവചനങ്ങളാണ്. ഈ മാസം ഗ്രഹനില എങ്ങനെയുണ്ട്, അത് നിങ്ങൾക്ക് ഗുണകരമാണോ അതോ ദോഷകരമാണോ എന്ന് നമുക്ക് വിശദമായി നോക്കാം. ഈ വീഡിയോ നിങ്ങളുടെ വ്യക്തിപരമായ ജാതക വിശകലനമല്ല, മറിച്ച് ഗോചര ഫലപ്രവചനങ്ങളാണ്. അതായത് ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് ഓരോ രാശിക്കാർക്കുമുള്ള പൊതുവായ ഫലപ്രവചനമാണിത്. പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്ക് എത്രത്തോളം അനുകൂലമാണ് അല്ലെങ്കിൽ പ്രതികൂലമാണ് എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കർക്കിടകം രാശിക്കാരുടെ ഈ വർഷത്തെ വിഷുഫലം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ രാശിയായ കർക്കിടകത്തിന്റെ അധിപൻ ചന്ദ്രനാണ്. മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നത് ചന്ദ്രനായതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ ഈ മാസം ചന്ദ്രന്റെ സ്വാധീനം കൂടുതലായിരിക്കും. കുടുംബം, സമ്പാദ്യം, സംസാരം എന്നിവയെ സൂചിപ്പിക്കുന്ന 2ാം ഭാവത്തിൽ കേതു നിൽക്കുന്നു. തടസ്സങ്ങളെയും അപ്രതീക്ഷിത സംഭവങ്ങളെയും സൂചിപ്പിക്കുന്ന 8ാം ഭാവത്തിൽ ബുധനും രാഹുവും ഒന്നിച്ചു നിൽക്കുന്നു. ഭാഗ്യത്തെയും ദൂരയാത്രകളെയും സൂചിപ്പിക്കുന്ന 9ാം ഭാവത്തിൽ ശനി, ചൊവ്വ, സൂര്യൻ എന്നീ 3 ശക്തമായ ഗ്രഹങ്ങൾ ഒന്നിച്ചു വരുന്നത് ഈ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നിങ്ങളുടെ തൊഴിലിനെയും കരിയറിനെയും സൂചിപ്പിക്കുന്ന 10ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് ജോലി സ്ഥലത്ത് ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ചിലവുകളെയും ആരോഗ്യത്തെയും സൂചിപ്പിക്കുന്ന 12ാം ഭാവത്തിലാണ് വ്യാഴം ഈ മാസം സഞ്ചരിക്കുന്നത്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ മാസം നിങ്ങൾ അല്പം അധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ബുധൻ 8ാം ഭാവത്തിൽ രാഹുവിനോടൊപ്പം നിൽക്കുന്നത് നിങ്ങളിൽ ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. 12ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ദഹന പ്രക്രിയയെ ബാധിച്ചേക്കാം. ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളോ ദഹനക്കുറവോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ട സമയമാണ്. ഈ മാസത്തെ ഗ്രഹനില അനുസരിച്ച് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളോ ക്ഷീണമോ തോന്നാൻ സാധ്യതയുണ്ട്. അതിനാൽ അത്യാവശ്യമല്ലാത്ത ദൂരയാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഏപ്രിൽ 13, 14 തീയതികളിൽ ചെറിയ രീതിയിലുള്ള തലവേദനയോ തലകറക്കമോ അനുഭവപ്പെട്ടേക്കാം. അമിതമായ ജോലിഭാരവും മാനസിക സമ്മർദ്ദവുമാണ് ഇതിന് കാരണം. ആരോഗ്യത്തിൽ ചില ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരത്തിന്റെ പൊതുവായ രോഗപ്രതിരോധ ശേഷി ഈ മാസം മികച്ചതായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ അസുഖങ്ങൾ വേഗത്തിൽ ഭേദമാകാൻ ഇത് സഹായിക്കും. ജ്യോതിഷത്തിൽ വിദ്യയെയും ബുദ്ധിയെയും സൂചിപ്പിക്കുന്നത് 5ാം ഭാവമാണ്. ഊർജ്ജസ്വലതയുടെ ഗ്രഹമായ ചൊവ്വ 9ാം ഭാവത്തിൽ നിയന്ത്രണങ്ങളുടെ ഗ്രഹമായ ശനിയോടൊപ്പം നിൽക്കുന്നു. ഇത് നിങ്ങളുടെ പഠനത്തിൽ ഒരു മിക്സഡ് ഫലമായിരിക്കും നൽകുക. ചില ദിവസങ്ങളിൽ വലിയ ആവേശത്തോടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ മറ്റു ചിലപ്പോൾ യാതൊരു കാരണവുമില്ലാതെ മടുപ്പോ താല്പര്യക്കുറവോ അനുഭവപ്പെട്ടേക്കാം. ഈ ഊർജ്ജമാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകേണ്ടതുണ്ട്. 5ാം ഭാവം പഠനത്തെ മാത്രമല്ല പ്രണയത്തെയും സർഗാത്മകമായ കാര്യങ്ങളെയും കൂടി സൂചിപ്പിക്കുന്ന ഇടമാണ്. ഗ്രഹനില അനുകൂലമല്ലാത്ത സമയങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്ന് മാറി പ്രണയത്തിലേക്കോ മറ്റു വിനോദങ്ങളിലേക്കോ തിരിയാൻ സാധ്യതയുണ്ട്. ഇത് പരീക്ഷാ തയ്യാറെടുപ്പുകളെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മാസത്തെ ഏറ്റവും വലിയ പോസിറ്റീവ് മാറ്റം സംഭവിക്കുന്നത് ഏപ്രിൽ 14-നാണ്. ഈ ദിവസം സൂര്യൻ നിങ്ങളുടെ 10ാം ഭാവത്തിൽ അഥവാ തൊഴിൽ സ്ഥാനത്ത് ഏറ്റവും ശക്തമായ നിലയിൽ വരുന്നു. ഈ മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഗുണങ്ങൾ നൽകും. PSC, UPSC തുടങ്ങിയ സർക്കാർ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. വിദേശത്തോ നാട്ടിലോ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അഡ്മിഷൻ നടപടികൾ വേഗത്തിലാകാനും ഈ ഗ്രഹനില സഹായിക്കും. ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിലും നിങ്ങളുടെ മനസ്സിന്റെ ഏകാഗ്രതയാണ് ഏറ്റവും പ്രധാനം. ചിന്തകൾ പല വഴിക്കു ചിതറിപ്പോകാതെ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബോധപൂർവമായ ശ്രമം തന്നെ നടത്തണം. യോഗയോ ധ്യാനമോ ചെയ്യുന്നത് ഈ സമയത്ത് മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും. കർക്കിടകൻ രാശിക്കാർക്ക് ഈ ഏപ്രിൽ മാസം കുടുംബജീവിതത്തിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായി മുന്നോട്ടു പോകാൻ സാധിക്കുന്ന ഒരു സമയമാണിത്. ജീവിത പങ്കാളിയുമായുള്ള ബന്ധം പൊതുവെ ഊഷ്മളമായി തുടരും. ഈ മാസത്തെ ഗ്രഹനില അനുസരിച്ച്
നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വളരെ നല്ല സമയമാണ്. അവരുടെ ഔദ്യോഗിക മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവർക്ക് അവർ ആഗ്രഹിച്ച രീതിയിലുള്ള പുതിയൊരു ജോലി ലഭിക്കാനോ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനോ സാധ്യത കാണുന്നു. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഈ വളർച്ച കുടുംബത്തിന് മൊത്തം ഗുണകരമായിരിക്കും. ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം കാരണം ചില സമയങ്ങളിൽ നിങ്ങളുടെ പങ്കാളിയുടെ സ്വഭാവത്തിൽ അല്പം പരുഷതയോ ദേഷ്യമോ കാണാൻ സാധ്യതയുണ്ട്. ചൊവ്വയുടെയും ശനിയുടെയും സ്വാധീനമാണ് ഇതിന് പ്രധാന കാരണം. ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ മാസം മറ്റൊരു പ്രത്യേകത ദമ്പതികൾ ഒന്നിച്ചുള്ള ദീർഘയാത്രയ്ക്കുള്ള സാധ്യതയാണ്. അതൊരുപക്ഷെ ദൂരെയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ വിനോദയാത്രക്കോ ആകാം. മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകാനും പങ്കാളിയുമായുള്ള പിണക്കങ്ങൾ മാറ്റാനും ഇത്തരം യാത്രകൾ ഉപകരിക്കും. ഈ മാസം നിങ്ങളുടെ ഭാഗ്യത്തിലും ജോലിയിലും ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും. ഏപ്രിൽ മാസത്തിൽ ഭാഗ്യം നിങ്ങളെ പൂർണ്ണമായി തുണക്കാൻ അല്പം പ്രയാസമായിരിക്കും. ജ്യോതിഷത്തിൽ സർവേശകാരകനായ വ്യാഴം ഇപ്പോൾ നിങ്ങളുടെ 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 12ാം ഭാവം എന്നത് ചിലവുകളെയും നഷ്ടങ്ങളെയും സൂചിപ്പിക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വിചാരിച്ച വേഗത്തിൽ നടക്കാൻ പ്രയാസമായിരിക്കും. ഭാഗ്യം പൂർണ്ണമായും നിങ്ങളുടെ പക്ഷത്താകാൻ ജൂൺ 2 വരെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതുണ്ട്. ഭാഗ്യത്തിൽ ചില തടസ്സങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാം. ഇതിന് പ്രധാന കാരണം കർമ്മഭാവമായ 10ാം ഭാവത്തിൽ സൂര്യൻ നിലകൊള്ളുന്നു എന്നതാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയപ്പെടുകയും മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കുകയും ചെയ്യും. ഏത് വലിയ ഉത്തരവാദിത്തവും ഏറ്റെടുക്കാനുള്ള മാനസികമായ കരുത്ത് ഈ സമയം നിങ്ങൾക്ക് ലഭിക്കും. സർക്കാർ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മെഡിക്കൽ മേഖലയിലുള്ളവർക്കും ഈ മാസം വളരെ മികച്ചതാണ്. പുതിയൊരു ജോലിക്ക് ശ്രമിക്കുന്നവർക്കും നിലവിലുള്ള ജോലിയിൽ പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്കും ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയുള്ള സമയം അനുകൂലമാണ്. സൂര്യന്റെ ഈ ശക്തമായ സ്ഥാനം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ സഹായിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം 2 ഘട്ടങ്ങളായിട്ടായിരിക്കും അനുഭവപ്പെടുക. മാസത്തിന്റെ തുടക്കം മുതൽ ഏപ്രിൽ 11 വരെയുള്ള സമയം ബിസിനസ് വലിയ മാറ്റങ്ങളില്ലാതെ സാധാരണ നിലയിൽ മുന്നോട്ടു പോകും. വലിയ ലാഭമോ അപ്രതീക്ഷിത നഷ്ടങ്ങളോ ഈ സമയത്തുണ്ടാകാൻ സാധ്യത കുറവാണ്. ഏപ്രിൽ 11 ശേഷം ബുദ്ധിശക്തിയുടെയും വ്യാപാരത്തിന്റെയും ഗ്രഹമായ ബുധൻ തന്റെ രാശി മാറുന്നതോടെ ബിസിനസ്സിൽ പുരോഗതി കണ്ടു തുടങ്ങും. മുടങ്ങിക്കിടന്ന കരാറുകൾ ലഭിക്കാനും കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കാനും ഈ മാറ്റം സഹായിക്കും. പുതിയ ബിസിനസ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ പറ്റിയ സമയമാണിത്. കർക്കിടകക്കൂറുകാർക്ക് ഈ വിഷുവർഷം എങ്ങനെയുണ്ടാകുമെന്ന് വിശദമായി നോക്കാം. ഈ വർഷം നിങ്ങളുടെ കരിയറിലും ഭാവി പദ്ധതികളിലും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഭാവിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന വലിയ കാര്യങ്ങൾക്കോ ബിസിനസ്സുകൾക്കോ തുടക്കം കുറിക്കാൻ പറ്റിയ സമയമാണിത്. ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭം ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കായി ഇപ്പോൾ പണം മുടക്കാം. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം നല്ല അവസരങ്ങൾ നേടിവരും. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളിൽ ഗുണകരമായ മാറ്റങ്ങളോ പ്രതീക്ഷിക്കാം. മാനസികവും ശാരീരികവുമായ സുഖത്തിനായി ഈ വർഷം വഴിതെളിക്കും. വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകാതിരുന്നവർക്ക് ഈ വർഷം അനുകൂലമായ ആലോചനകൾ വരും. തടസ്സങ്ങൾ മാറി വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി അലട്ടിയിരുന്ന രോഗങ്ങളിൽ നിന്നും ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ലഭിക്കും. മനസ്സിലെ ആശങ്കകൾക്കും ക്ലേശങ്ങൾക്കും കൃത്യമായ പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. സാമ്പത്തികമായി കഷ്ടപ്പെട്ടിരുന്നവർക്ക് കടങ്ങൾ വീട്ടാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഒത്തുവരും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഈ വർഷം അല്പം തടസ്സങ്ങൾ നേരിട്ടേക്കാം. പഠനത്തിൽ താല്പര്യക്കുറവ് അനുഭവപ്പെടാനോ കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കാനോ ഉള്ള പ്രവണതയുണ്ടാകും. ഇത് പരീക്ഷകളെ ബാധിക്കാതെ നോക്കണം. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ മികച്ച ഫലം നേടാൻ കഴിയൂ. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർക്കും കലാകാരന്മാർക്കും എല്ലാ കാര്യങ്ങളിലും സംയമനം പാലിക്കേണ്ട സമയമാണ്. പെട്ടെന്ന് പ്രതികരിക്കാതെ കാര്യങ്ങളെ പക്വതയോടെ കാണുക. കലാരംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുമെങ്കിലും എടുത്തുചാട്ടം ദോഷം ചെയ്യും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കാൻ വിട്ടുവീഴ്ചകൾ ആവശ്യമാണ്.
കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുവാൻ ശീലിക്കണം. നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരുടെയോ സഹായികളുടെയോ വിശ്വാസവും സഹകരണവും നേടിയെടുത്താൽ പല വലിയ കാര്യങ്ങളും എളുപ്പത്തിൽ പൂർത്തിയാക്കാം. മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. അവരുടെ പഠനവും കൂട്ടുകെട്ടുകളും നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും. ചില കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ ഈ സമയം സജീവമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ അമിതമായി ആരെയും വിശ്വസിക്കരുത്. പണം കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും അതീവ ജാഗ്രത വേണം. മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് അകലം പാലിക്കണം. ഈ വർഷം വരാനിടയുള്ള ദോഷങ്ങളും തടസ്സങ്ങളും നീങ്ങാൻ ഗണപതി ഹോമം വഴിപാടായി നടത്തുക. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവി പ്രീതി വരുത്തുകയും ചെയ്യുക. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതോ കേൾക്കുന്നതോ മനഃശാന്തിക്കും ഐശ്വര്യത്തിനും ഉത്തമമാണ്. കർക്കിടകൻ രാശിക്കാർക്കായുള്ള ഏപ്രിൽ മാസത്തെ ഫലപ്രവചനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.